ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മോൺസ്റ്റർ ടാങ്കിന് ചെറിയൊരു പണി കിട്ടി, ലീക്കായി. അപ്പോൾ നമ്മൾ മീനെ പിടിച്ച് മാറ്റി. അപ്പോൾ ആ ടാങ്ക് നമുക്ക് ഇനി ക്ലിയർ ചെയ്യണം. നമ്മൾ ആ ഒരു ഇത്രയും കൂടെ കൂടിയ GSMൻ്റെ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടാങ്ക് റെഡിയാക്കാം. ഇതിലെ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളമുണ്ട് താഴെ, അത് നമ്മുടെ ഫിൽറ്ററിൻ്റെ മോട്ടർ വെച്ച് തന്നെ നമ്മൾ വറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഷീറ്റ്, അതിൻ്റെ ഉള്ളിലുണ്ട്. എടപ്പള്ളിയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. 760 GSMൻ്റെ ഷീറ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള എല്ലാം ക്ലിയർ ചെയ്യണം. വലയും ആ ഓടൊക്കെ എടുത്ത് മാറ്റി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമ്മുടെ ഷീറ്റ് ഇടാനായിട്ട്. ഇവിടെ ആയിട്ടാണ് ലീക്ക് അയക്കണത്. ഇത് മീൻ നമ്മൾ അതിന് ഫീഡിട്ട് കൊടുത്തപ്പോൾ വെട്ടിയേക്കണേണ്. അപ്പോൾ അതിൻ്റെ പല്ലെന്തോ കൊണ്ടേക്കണാണ്, അവിടെ ആയിട്ടാണ് ലീക്ക് അയക്കണം. ഇനി ഈ വെള്ളം മൊത്തം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇവിടെ ഇത്തിരി കുഴിയാണ്, അപ്പോൾ ഈ ഒരു കുഴി നമുക്ക് മാറ്റി ഇതിലോട്ടും അഴുക്കുകളെല്ലാം വരണ രീതിയിലാക്കണം. അപ്പോൾ അടിയിൽ നിന്ന് കുറച്ച് മണ്ണും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. അതും കൂടെ ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ ഷീറ്റ് ഇടുള്ളൂ. അപ്പോൾ അതായത് നമുക്ക് ഈ ഷീറ്റ് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അവിടെ ഒരു ഇത്തിരി പൊക്കിയിട്ട് നമ്മൾ ആ ഫിൽറ്റർ വെക്കാൻ വേണ്ടി ശരിയാക്കിയ കുഴിയില്ലേ, അങ്ങോട്ടേക്ക് സ്ലോപ്പാക്കി വെക്കണം. അപ്പോൾ അതിപ്പോൾ ക്ലിയറായി. ഈ ഷീറ്റ് നമ്മൾ എന്തായാലും മാറ്റണില്ല, ഇത് ഇവിടെ തന്നെ ഇടണേണ്. അത് പിന്നീട് ഒരു ലീക്ക് ആവേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഇടണേണ്. അതൊന്ന് ജസ്റ്റ് കഴുകി കളയണേണ്, മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റേ ഷീറ്റ് ഇടണത്. ഇത് വിരിക്കാൻ ഇത്തിരി പണിയായിരുന്നു, ഒറ്റക്കായതുകൊണ്ട് ഒന്ന് വലിച്ചും ഇതാക്കി വെക്കാൻ ഇത്തിരി പണിയായിരുന്നു. എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ഷീറ്റ് വിരിക്കണ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ചുളിയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, എന്നാലും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. കാരണം ഇതിൽ എന്തെങ്കിലും കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ക്ലിയർ ആക്കണം. അതിനുശേഷം നമുക്ക് വല ഇടണം അതിൻ്റെ മുകളിൽ. പിന്നെ സൈഡിൽ ചെറിയ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതൊന്നും കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ സൈഡിൽ കുറച്ചൊരു ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ടാങ്കിനേലും ഇത്രയും കൂടെ നല്ല സെറ്റായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, പൈപ്പിൽ നിന്ന് വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മീനിടുന്നത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.